ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമീപകാലത്ത് ഏറ്റവും മികച്ച വിജയം നേടിയ രണ്ട് മലയാള സിനിമകളാണ് വാഴ 2, മോഹിനിയാട്ടം എന്നിങ്ങനെ. ഈ രണ്ട് സിനിമകളും ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ OTT-യിലേക്ക് പോവുകയാണ്. വാഴ 2-ന്റെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ സബിൻ ഷാ സംവിധാനം ചെയ്ത് ഏപ്രിൽ 2-ന് തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ 35-ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 24,25,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 129,25,00,000 രൂപയാണ് ഇന്നലെ വരെയുള്ള 35 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ തെലുങ്ക് കളക്ഷനുമായി ബന്ധപ്പെട്ട 12 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ 5,83,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് പതിപ്പിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് 3,50,00,000 രൂപയുമാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും 234 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സൈജു ഗ്രൂപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമ ഏപ്രിൽ 10-നാണ് തിയേറ്ററിലെത്തിയത്. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഇന്ന് രാത്രി 12 മണിയോടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 31 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 27 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 27,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 44-45 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഷറഫുദ്ദീൻ നായകനായി വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 23-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മധുവിധു. ഈ സിനിമ 14-ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 15,20,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 14 ദിവസം കൊണ്ട് കേരളത്തിൽ 4,15,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 6 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ധനുഷ് നായകനായി വിഘ്നേഷ് രാജ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 30-ന് തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കര. ഈ സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 7 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 24,87,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 62 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 37,37,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $1.06 മില്യൺ, അതായത് 10,12,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ ലോകമെമ്പാടുമായി 47,49,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഷെയ്ൻദഗൻ നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് നാളെ മെയ് 8-ന് തിയേറ്ററിലെത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ദൃഢം. ജോമോൻ ജോൺ, ലിൻഡോ ദേവസ്യ എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ മാത്യു വർഗീസ്, അഭിരാം രാധാകൃഷ്ണൻ, കോട്ടയം രമേശ്, കൃഷ്ണപ്രഭ, പ്രശാന്ത് മുരളി, സാനിയ ഫാത്തിമ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ഈ സിനിമയുടെ കേരള പ്രീസെയിൽ 5,50,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 ലക്ഷം രൂപയുമാണ്. രാത്രിയുടെ കേരള പ്രീസെയിൽ 10 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മോഹിനിയാട്ടം OTT-യിലേക്ക് പോകുമ്പോൾ സൈജു ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമ നാളെ മെയ് 8-ന് തിയേറ്ററിലെത്തുന്നുണ്ട്. സുജിത്ത് എസ് നായർ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മാധവ് സുരേഷ്, ഷൈം ടോം ചാക്കോ, അന്ന രാജൻ, മഖബൂൽ സൽമാൻ, ദീപക് ശിവരാജൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. അംഗം അട്ടഹാസം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശിവൻ എസ് സംഗീതാണ്. പ്രദീപ് ശങ്കർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. റിവോൾവർ റിംഗോ എന്ന മലയാള സിനിമയും നാളെ മെയ് 8-ന് തിയേറ്ററിലെത്തുന്നുണ്ട്. കിരൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ലാലു അലക്സ്, ബിനു ശശിറാം, അൻഷ മോഹൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഫൈസൽ അലി സിനിമാറ്റോഗ്രാഫിയും അയൂബ് ഖാൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. രഞ്ജിൻ രാജാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. മോഹൻലാൽ നായകനായി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 21-ന് തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചാപ്റ്റർ കൂടിയായ ഈ സിനിമയുടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വിദേശ രാജ്യങ്ങളിലെ അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ചിത്രത്തിന്റെ ഫാൻ ഷോകളുടെ എണ്ണം 100-ന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ ഫാൻ ഷോ ഉൾപ്പെടെ 1,50,00,000 മുകളിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രം തിയേറ്ററിലെത്താൻ ഇനി 14 ദിവസം ബാക്കി നിൽക്കെ മികച്ച ട്രെൻഡിംഗാണ് ഈ സിനിമ നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.